ഹലോ കൂട്ടുകാരെ, അനന്തനുമായും നമ്മ അടുത്തില്ലാത്ത ഒരു ദിവസത്തെ ചിട്ടകൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാം. അമ്മ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ബാംഗ്ലൂർക്ക് പോയിരിക്കുകയാണ്. അപ്പം ഞാനും അമ്മച്ചിയും കുട്ടികളും മാത്രമാണ് ഇന്ന് വീട്ടിലുള്ളത്. ഞങ്ങൾ 4 പേരും കൂടി ഈ ഒരു കട്ടിലിൽ കിടന്നു. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, എന്നാലും അമ്മച്ചിയെ ഒറ്റയ്ക്കിടാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ രാവിലെ 6 മണിക്ക് വിളിച്ചെഴുന്നേൽപ്പിച്ചു. എഴുന്നേറ്റപ്പം ആയുവിന് ഇച്ചിരി ആക്റ്റീവാണ്. ആയു കണ്ടോ, രാവിലെ എഴുന്നേൽപ്പിച്ച ഉടനെ തന്നെ മേളിലോട്ട് കയറി പോവുകയാണ്. അവരുടെ റൂമുകളൊക്കെ മേളിലാണ്. അപ്പോൾ ബാത്റൂമിൽ പോകാനും കുളിക്കാനും പല്ല് തേച്ച് ഇനി വൃത്തിയായിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പം നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ കഴുകി കൊടുക്കും. കാര്യം അത് കുഞ്ഞായതുകൊണ്ട് കുറച്ച് അത് ഒരു അടുത്ത വർഷം ആവട്ടെ എന്ന് അമ്മ തന്നെ തീരുമാനിച്ചിരിക്കുക. കാര്യം അവൻ തന്നെ കഴുകിയാൽ അത് ചിലപ്പം വൃത്തിയാകത്തില്ല. കുളിക്കുന്നത് 3 നേരം കുളിക്കും. അനന്തനും അതുപോലെ തന്നെ. അനന്തൻ ആയുവിൻ്റെ അത്രയും പറ്റിയല്ല, കുറച്ച് ഒരു മടിയൊക്കെയുള്ള സ്വഭാവം. എന്നാലും കുഴപ്പമില്ല, എഴുന്നേറ്റ് കഴിയുമ്പോൾ അങ്ങ് പോകും. അതുശേഷം ഇവരിന്നലെ എടുത്തു വെച്ച ഡ്രസ്സുകളും കാര്യങ്ങളുമാണ്. എന്നും ഇതൊരു പതിവാണ്. നമ്മളങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ അവർ തന്നെ അവരുടെ കാര്യങ്ങൾ ചെയ്ത് ആഹാരം കഴിക്കാനാണ് നമ്മുടെ അടുത്ത് പിന്നെ വരുന്നത്. ഇത് തൊപ്പിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, ഇത് ടൈം ടേബിൾ പ്രകാരം ബുക്കുകളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. തൊപ്പി വെച്ചിരിക്കുന്നതിൻ്റെ കാരണം ഇവരുടെ സ്കൂൾ ഗ്രൗണ്ട് ഇച്ചിരി കൂടുതലുണ്ട് നടക്കാൻ. അപ്പോൾ ഉച്ച വരെയാണ് ഇവർക്ക് ക്ലാസ്. ആ ക്ലാസ് കഴിയുമ്പോൾ ഇവർക്ക് നടന്ന് വണ്ടിയിലോട്ട് കയറണമെങ്കിൽ കുറച്ച് നല്ല വെയിലൊക്കെ ഉള്ള സമയമാണ്. അതുകൊണ്ട് തൊപ്പി ബാഗിൽ വെച്ചുകൊണ്ട് പോകുന്നതാണ്. ഇത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന ഭാഗമാണ്. അപ്പം ഇവർ തമ്മിൽ 2.5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്, കുഞ്ഞിൻ്റെ കാര്യത്തിൽ കൂടെ കുറച്ച് ശ്രദ്ധിക്കണം, അവനെന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതുകൂടെ ചെയ്യും. രണ്ടുപേരും തമ്മിൽ അടിയും വഴക്കും ഇടയ്ക്കൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടും. കാര്യം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറകെ പോകുന്നതിൽ നല്ലത് നമ്മൾ ഒരുപാട് രൂക്ഷമായിട്ടുള്ള എന്തെങ്കിലും അങ്ങനെയൊക്കെ ഉണ്ട്, തലയ്ക്കൊക്കെ അടിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ രണ്ടുപേരും വേഗത്തിൽ ഒന്നാകുകയും ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം കണ്ണും കാലും ചെവിയും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അടിച്ച് പൊട്ടിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ പിന്നെ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി വിളക്ക് കത്തിക്കുന്ന ഭാഗമാണ്. വിളക്ക് കത്തിക്കാൻ നേരത്തെ വിളക്കൊക്കെ തയ്യാറാക്കി വെക്കും. പിന്നെ പൂവൊക്കെ ഇട്ട് വൈകിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. ഇപ്പോൾ രാവിലെ പോകുന്ന ഈ വിളക്കിൻ്റെ ഉദ്ദേശവും വിളക്ക് കത്തിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ എന്തിനാണെന്നോ അതിനെക്കുറിച്ചൊന്നും വലിയതായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പിന്നെ ഇന്നത് ചെയ്താൽ കള്ളത്തരം കാണിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ദൈവം നമ്മളെ ശിക്ഷിക്കും. ഇത്രയൊക്കെ ഇപ്പം അവർക്കറിയാവും. പക്ഷേ ഇത് നമ്മളൊരു ചിട്ട വഴി ഇവർക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് പോകുന്ന സമയങ്ങളിൽ അവർ തെറ്റുകളിൽ കൂടെ പോകാതെ നല്ല രീതിയിൽ നല്ല കുട്ടികളായിട്ട് നല്ല ഒരു സമൂഹത്തിൽ ഇറങ്ങുമ്പോഴേക്കും നല്ല കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഇവരെ ഇതെല്ലാം കൊടുക്കുന്നത്. അതിന് ശേഷം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു വേണ്ട വെള്ളം സ്കൂളിൽ കൊണ്ടുപോകാൻ വെള്ളം എടുക്കുകയാണ്. അനന്തനാണ് വെള്ളം എടുക്കാൻ എത്തുന്നത്. അപ്പോൾ 2 പേരുടെയും വെള്ളം അനന്തൻ തന്നെ എടുക്കും. എനിക്കൊരു ഭാരങ്ങളും ഇതുവരെ തന്നിട്ടില്ല. കാര്യം എനിക്ക് വേഗത്തിൽ എനിക്ക് അടുക്കളയിലെ ജോലികൾ മാത്രം. അവരെ ഇടയ്ക്ക് ഞാനൊന്ന് കുളിപ്പിക്കാൻ പോയി, ബാത്റൂമിൽ പോയപ്പോൾ അതൊന്ന് കഴുകി കൊടുത്തു. ഇത് 2 ഞാൻ ചെയ്തിട്ടുള്ളൂ. പല്ലൊക്കെ നല്ല വൃത്തിയായിട്ട് തേക്കും. അതിന് ശേഷം പിന്നെ ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പോൾ എത്ര വേണമെന്ന് നമ്മളോട് പറയും. ഒരു കാരണവശാലും ആഹാര സാധനം കളയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അമ്മ. അപ്പം ഒരു ഇഡ്ഡലിയെ ആയുവിന് വേണമെന്ന് പറഞ്ഞു. അതിപ്പോൾ തിന്നിട്ട് ആ കഷ്ണം ഏത് കഷ്ണമാണ് വേണ്ടതെന്ന് പറയും. കിഴങ്ങ് വേണമെന്ന് പറയും, അത് കൊടുക്കും, അത് ഇരുന്ന് കഴിക്കും. അപ്പം അങ്ങനെ നമ്മളെ ഇവരെ ഒരു ചിട്ടകളിൽ കൂടെ കൊണ്ടുപോകുമ്പോൾ അവർ ആ രീതിയിൽ അങ്ങ് പൊക്കോളും. അതിന് ശേഷം അവരുടെ ലഞ്ച് ബോക്സും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവർ തന്നെയാണ്. പിന്നെ എന്നോട് നേരത്തെ പറഞ്ഞു, അമ്മമ്മ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വേണം, ഞാൻ അതുണ്ടാക്കി. വേണ്ടേ ലഞ്ചിനുള്ളത് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, പയർ തോരന്, മാങ്ങാച്ചാറ്, അനന്തന് കുറച്ച് സാമ്പാർ വേണമെന്ന് പറഞ്ഞ് അതൊഴിച്ചു.
ആയുവിന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയും പയറ് തോരനും മാങ്ങായും മാത്രം മതി എന്ന് പറഞ്ഞ് അതും കൊടുത്തു. അപ്പം അതെല്ലാം അങ്ങനെ. ഇത് കഷ്ണമൊന്നും സ്കൂളിൽ പറ്റത്തില്ല, അതല്ലെങ്കിൽ അത് കഴിക്കണം. അതുകൊണ്ട് സാമ്പാർ മാത്രം, അതിൻ്റെ കറി മാത്രം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതും അങ്ങനെ കൊടുത്തു. ഇപ്പോൾ ഇത് ഞാൻ എടുത്ത് വെച്ചതേ ഉള്ളൂ. അതെല്ലാം അവർ തന്നെ എടുത്ത് ഇനി ബാഗിലൊക്കെ കയറ്റി വയ്ക്കുന്നു. എല്ലാം ചെയ്ത് നമുക്ക് ഭാരമില്ലാതെ അവരെല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, സ്വയം പര്യാപ്തതയിൽ എത്തിക്കുകയാണ്. ഇത് സമയം കണ്ടോ, എന്നും 7:30 കഴിഞ്ഞ് അവർ ഇറങ്ങുന്നതാണ്. ഇന്ന് 7:15 കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ ഭാരവും കുറച്ചു. പിന്നെ അമ്മയൊക്കെ ഉള്ളപ്പം നമ്മളെല്ലാവരും അങ്ങനെ ആണല്ലോ. അമ്മയുടെ അടുക്കലൊക്കെ ഇച്ചിരി വാശിയും പിണക്കവും. എന്നോട് ഇതൊന്നും കാണിച്ചില്ല. എനിക്കും വേഗം ഇറങ്ങാൻ പറ്റി. ഓട്ടോയാണ്, അമ്മ അവിടെ ഇരുന്ന് ഓട്ടോ ബുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോ വരും. പക്ഷേ ഇച്ചിരി സമയം ലേറ്റായി ഓട്ടോ വരാൻ. കാര്യം ഓട്ടോ വന്നു. ഞങ്ങൾ ഓട്ടോയിൽ കയറാനുള്ള ഭാഗമാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഒരു 10 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. ഇതുവരെ ബസ്സിലൊന്നും പോയിട്ടില്ല. ബസ്സിൽ പോകുവാണെങ്കിൽ കുട്ടികളെ നമ്മൾ ബസ്സിൽ കയറ്റി വിട്ടാൽ മതി. അല്ല, ഇങ്ങനെ ഓട്ടോയിലും സ്കൂട്ടറിലും ഒക്കെ പോകുന്നവരെ കൊണ്ട് അവിടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ആക്കേണ്ട ഒരു ചുമതല കൂടെ സ്കൂള് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും അവരെ കൊണ്ടാക്കാൻ പോവുകയാണ്. നമുക്ക് ആരൊക്കെയാണ് കുട്ടികളെ എടുക്കുന്നത് കൊണ്ടുവിടുന്നതെന്നൊക്കെ അവിടെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും വേണം. അങ്ങനെ ഞങ്ങൾ 10 മിനിറ്റിനകത്ത് അങ്ങ് എത്തും. സ്കൂൾ ഗ്രൗണ്ടിലെത്തി. സ്കൂൾ ഗ്രൗണ്ട് ഇച്ചിരി വലുതാണ്. പക്ഷെങ്കിൽ സമയം കഴിഞ്ഞതുകൊണ്ട് കുട്ടികളെല്ലാം ഇപ്പം പ്രയറിൻ്റെ സമയമായി. 8 മണി, കറക്റ്റ് 8 മണിക്ക് പ്രയറിൻ്റെ സമയമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രയറിൻ്റെ സമയം തുടങ്ങി, ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ വേഗത്തിൽ നടന്ന് പോവുകയാണ്. ഇവരെ വെൽക്കം ചെയ്യാൻ 2 ടീച്ചേഴ്സ് എപ്പോഴും അവിടെ ഗ്രൗണ്ടിലും സ്കൂളിൻ്റെ വാതിലിലും ഒക്കെ ആയിട്ട് കാണും. അങ്ങനെ സ്കൂളിൻ്റെ വാതിലിനടുത്തോട്ട് അടുക്കുന്നു. കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറി. അതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും ഇതല്ല. ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്ക് കണ്ടത്. 7:45 ഇവിടെ ക്ലാസ്സിലെത്തേണ്ട സമയം. അങ്ങനെ ഇവരെ കണ്ടോ, ഇന്ന് എനിക്ക് ഒരു ഭാരവും ഇല്ലാതെ ഇവരെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തു. നിങ്ങൾ നോക്കിക്കുക, ഇവർക്ക് 100-ൽ എത്ര മാർക്ക് കൊടുക്കാം. ഇവരുടെ പ്രായം അനുസരിച്ച് ഇവരെല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്തു പോകുന്നു. അതെനിക്ക് ഭാരം കുറഞ്ഞു.